ഇവിടെ കണ്ടില്ലേ വേറെയും ചാനലുകാരൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുവാണ്. ഭാഗമായിട്ട് ലഡു കൊടുക്കുവാണ്. കണ്ടില്ലേ ലഡു കണ്ടില്ലേ. ഈ റോഡ് ടാറിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമരം ഇന്ന് ഇവിടെ നടത്തിയായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ നടത്തിയ സമരം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ലഡുവാണ്. ആദ്യമായിട്ടാണ് ഒരു സമരത്തിൻ്റെ ലഡു തിന്നുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടുത്തെ ഒരു നാട്ടുകാരെ നമ്മളെ കൂടെ ഉണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇനി ഇവിടെ ടാറിടുമോ ഇല്ലേ എന്നുള്ളത്. ഇവിടെ ഇനി ടാറിടുമെന്ന് തോന്നുന്നുണ്ടായത്. ഇപ്പം പണിയൊക്കെ തുടങ്ങി കാണും. ജനങ്ങളെല്ലാം ഇത്ര രീതിയിൽ ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ടാറിന് ഇടാൻ സാധ്യതയുണ്ട്. അതിന് ടാറിട തന്നെ ചെയ്യും. ഓരോ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതിൽ തന്നെ. അപ്പോൾ ഇതിനാണ് കാര്യം, ജനങ്ങളെല്ലാം കൂടെ ഉണ്ട്. നമ്മൾ ഇന്ന് ജനകീയ പൗരസമിതി എന്നൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള റോഡ് പണിയുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവരും ഉണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമ്മളെ റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചൊരു കൂട്ടായ്മയാണ് പൗരസമിതി. അപ്പോൾ അതിൽ നമ്മൾ തുടങ്ങിയൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റോഡിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. പല കാരണങ്ങളും പറഞ്ഞ് എല്ലാവരും മുടക്കി വച്ചിരുന്ന പണിയാണ് ഈ പൗരസമിതിയുടെ ജനനിബിഡമായ പരിപാടി കണ്ട് വീണ്ടും തുടക്കമായത്. അതിൻ്റെ അതിൻ്റെ ഒരു സന്തോഷ സൂചകമായി ഇന്ന് നമ്മൾ വക്കം പണയക്കടവ് ഗുരുമന്ദിരത്തിൽ നിന്ന് ചന്തമുക്ക് വരെ ഒരു പ്രചരണ ജാഥ ഉണ്ടായിരുന്നു. അതിൽ ഒരു 350-400ഓളം ആൾക്കാർ പൊതുജനങ്ങൾ പങ്കെടുത്ത് വൻ വിജയമായി. അതിൽ പൗരസമിതി എന്ന ഒരു അംഗമെന്ന രീതിയിലും ഒരു നാട്ടുകാരൻ എന്ന രീതിയിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അനൗൺസ്മെന്റ് വാഹനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്ലക്കാർഡുകൾ ദയവായി ഈ അനൗൺസ്മെന്റ് വാഹനത്തിലേക്ക് എത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു. വഴിയിൽ ഉപേക്ഷിക്കുക. നടത്തിയ ജനകീയ മുന്നേറ്റ യാത്ര ഒരു വൻ വിജയമാക്കി തീർക്കുക നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പ്രതിഷേധ പരിപാടികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ ഘട്ടത്തിലും ജനകീയ പൗരസമിതിയുടെ ആണോ അല്ലയോ എന്നുള്ളത് ആയതിനാൽ അധികാരികൾ ദയവായി കണ്ണു തുറക്കാൻ അഭ്യർത്ഥിക്കുന്നു. കൃത്യമായും സമയബന്ധിതമായും ഈർഷിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ലഡു കൊടുക്കുകയാണ്. കണ്ടില്ലേ ലഡു. ഇവിടെ കണ്ടില്ലേ വേറെയും ചാനലുകാരൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുവാണ്. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ അത്രയ്ക്ക് ശോചനീയമായിരുന്നു. നമ്മുടെ വക്കം പണയിൽക്കടവ് നിലയ്ക്കാമുക്ക് റോഡ് കണ്ടില്ലേ. ഒരുപാട് ചാനലുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൾക്കാരും നാട്ടുകാരും എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുത്ത് ഇനി ഇവിടെ ടാറിടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടില്ല ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പഞ്ചായത്ത് ഓഫീസിലും ബാങ്കുകളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര ദുർഘടമായിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് വൃത്തികെട്ട ഒരു റോഡായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട റോഡ് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത്രയും ടാറൊക്കെ വേറും അലമ്പായിട്ട് എൻ്റെ പൊന്നോ കുന്നും കുഴിയും